ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സൗദിയിലെ സ്വദേശീവൽക്കരണ പ്രക്രിയ 4 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിരിക്കുന്നു. നല്ലൊരു തീരുമാനം തന്നെയാണ്. എന്നാൽ 4 മാസം കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നതാണ് പ്രശ്നത്തിൽപ്പെട്ട പ്രവാസികളുടെ ഇപ്പോഴത്തെ ചിന്ത. നാട്ടിലുള്ള മുഴുവൻ അനധികൃത താമസക്കാരെയും നിയമാനുസൃതമാക്കാൻ ഇതിനിടെ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. തന്റേതല്ലാത്ത കുറ്റത്തിന് സൗദിയിലെ നിയമത്തിന്റെ കീഴിൽ കുറ്റവാളികളാക്കപ്പെട്ട നമ്മുടെ മനുഷ്യർക്കും ഇത്തരം ഒരിളവ് നൽകാൻ സൗദി ഭരണകൂടം ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് പ്രവാസ ലോകം ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദമാം തർഹീലിലെ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു. എന്നാൽ വിരലടയാളം രേഖപ്പെടുത്തുന്നതും എക്സിറ്റ് അടിക്കുന്നതും തുലവും തുച്ഛമാണ്. മലയാളി സാമൂഹിക പ്രവർത്തകർ അക്ഷീണ പ്രയത്നം നടത്തുന്നുണ്ടെങ്കിലും എംബസിയുടെ ഇടപെടലുകൾ ഫലം കാണുന്നില്ല. ജിദ്ദ, റിയാദ് തുടങ്ങി സൌദിയുടെ മറ്റു നഗരങ്ങളിൽ നിന്നും ദമാം സ്പോൺസർഷിപ്പ് ആയതിനാൽ ഇവിടെയെത്തി താമസിക്കാൻ സൌകര്യങ്ങളില്ലാതെ തെരുവിൽ രാവും പകലും ചൂടും പൊടിയും കാറ്റും സഹിച്ച് പള്ളികളിലും മറ്റും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു കഴിയുന്ന 200ഓളം പേർക്ക് നവയുഗം സാംസ്കാരിക വേദി ഭക്ഷണം നൽകി. ആഹാരത്തിന് പോലും വകയില്ലാത്ത ഇവർക്ക് വരും ദിവസങ്ങളിലും നവയുഗം സാംസ്കാരിക വേദി ഭക്ഷണം എത്തിച്ചു നൽകാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം നവയുഗം കുടുംബാംഗവും കോബാർ ദലാലക് ബ്യൂട്ടി പാർലർ ഉടമയുമായ സുരേഷ് തൃശൂരാണ് നൽകിയത്. അദ്ദേഹത്തോടൊപ്പം KR അജിത്, ശിവകുമാർ തിരുവനന്തപുരം, മണിക്കുട്ടൻ പെരുമ്പാവൂർ, ജയകുമാർ ശ്രീകാര്യം, MA വാഹിദ് കാര്യറ, മണിലാൽ തുഗ്ബ, സുൽഫിക്കർ പെരുമാതുറ എന്നിവരും പങ്കെടുത്തു. വരും ദിവസങ്ങളിലും ഈ ഭക്ഷണ വിതരണം തുടരും. ഇതുമായി സഹകരിക്കാൻ താൽപര്യമുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും നവയുഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. നവയുഗം നമ്പർ 0569853837. ഒരിക്കൽ കൂടി പറയാം, 0569853837. 4 വർഷങ്ങൾക്ക് മുമ്പ് സൌദിയിലെ ദമാമിൽ ഡ്രൈവർ ജോലിക്കായി പോയ കൊല്ലം പുല്ലൂർ സ്വദേശി അജികുമാർ വീടുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എന്നാൽ അജിയുടെ അമ്മയ്ക്ക് ലഭിച്ച വിവരം അജി മരിച്ചുപോയി എന്നാണ്. എന്നാൽ നാളിതുവരെയായിട്ട് അജിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനോ അജിയുടെ മറ്റുള്ള വിവരങ്ങൾ ലഭിക്കുവാനോ ഈ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. ഇന്ന് ഇവർക്ക് അജിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഒരു പിടുത്തവുമില്ല. പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത് അജിയുടെ അമ്മയും സഹോദരിയുമാണ്. അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇതിന്റെ പിന്നിലെന്ന്. അജി പോയിട്ട് ഇപ്പൊ എത്രയായി? 4 വർഷം കഴിഞ്ഞു. അതിന് വന്നില്ല? അതിന് ശേഷം വന്നിട്ടില്ല. പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ ദുബായിലൊരു വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുമായിരുന്നു. അപ്പം വിട്ടത് എന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് വിട്ടത്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ ഒരു ചേട്ടന്റെ ഒക്കെ മോളാ കൊണ്ടുപോയത്. അപ്പൊ ഈ കൊണ്ടുപോയ സ്വദേശി ലാലെന്ന് പറഞ്ഞ കൊട്ടാരക്കരക്കാരനാ. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപ ചെലവാക്കി ഇവരുടെ വീട്ടിൽ എന്റെ ബന്ധുക്കളെ കൊണ്ടുവിടുമായിരുന്നു. കൊണ്ടുപോയി ഒരു കുഴപ്പവും ഇല്ലാതൊക്കെ നിന്ന്. അന്നേരം എനിക്ക് ചെന്നുടനെ ഫോൺ വന്നു, അമ്മച്ചി, എനിക്ക് ദുബായി ഫോൺ വന്നു, അമ്മച്ചി ഞാൻ വന്നു. പിന്നെ ഇവിടെ ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെന്ന് ഫോൺ വന്ന് എനിക്ക് ജോലിക്കൊക്കെ ആയി. പക്ഷെ ഇനി എവി പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം പഠിച്ച് എല്ലാം ലോറിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. നല്ല ഇതായിട്ട് എനിക്ക് സന്തോഷമായിട്ടായിരുന്നു വന്നത്. അപ്പൊ ഈ കഴിഞ്ഞ വർഷമായപ്പോ മോൻ പറഞ്ഞ് അമ്മച്ചി നാട്ടിൽ നാട്ടിൽ പോയി കഴിയുമ്പോൾ ഞാൻ ചെലവിനൊക്കെ തരാം, മതി കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് 33 വർഷം ഭർത്താവില്ലാതെ എന്റെ മോനെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച് ഒരു നിവൃത്തിയില്ല, ചുമടി ഉമ്മി അയൽവക്കക്കാരുടെ അടുക്കളപ്പണി ചെയ്തുമൊക്കെ ജീവിച്ച് ഈ മോളെ കെട്ടിച്ചപ്പോ എനിക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നു. അങ്ങനെ ഞാൻ പോകാൻ കാരണം. പിന്നെ ഈ മോൻ പോയത് അങ്ങനെയൊക്കെ നമ്മള് പൈസ ഒക്കെ കൊടുത്ത മോനെ വിട്ടു. മോനെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനം വന്നു. എന്റെ മോൻ എനിക്ക് നീ നോക്കുമല്ലോ. അന്നേരം കടം എങ്ങനെയാ, എനിക്ക് വീടിയില്ല. വീട് വരെയും ഒറ്റയാണ്. 5 സെന്റ് സ്ഥലം, ഒരു കുഞ്ഞു വീട് വരെ എനിക്കുള്ളു. അങ്ങനെ ആ വീടൊക്കെ ഒഴിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കഴിഞ്ഞ ഓഗസ്റ്റ് മാസമായപ്പോ ഞാൻ പറഞ്ഞു, മക്കളെ, അന്നേരം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മക്കളെ, എനിക്കിനി ജോലിയൊന്നും ചെയ്യാനൊക്കത്തില്ല, അമ്മ ഇനി നാട്ടിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. അന്നേരം അത് കഴിഞ്ഞ് ഇനി വീട്ടിൽ വന്നപ്പോ എനിക്ക് ചെലവിനൊക്കെ ആയിട്ട് തുച്ഛമായതൊക്കെ അയച്ചു തരുമായിരുന്നു. ചെലവിനൊക്കെ തന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മക്കൾ വന്ന് കല്യാണം കഴിഞ്ഞു, 38 വയസ്സായില്ലയോ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഞാൻ ഈ ഓണം ആകുമ്പോഴത്തേന് വരാമെന്ന് പറഞ്ഞു. ഫെബ്രുവരി മാസം 20-ാം തീയതി വരെ എന്നെ വിളിച്ച് എന്റെ കുഞ്ഞു മരിക്കുമെന്ന് ഒരു വിവരവും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞ സന്തോഷമായിട്ട് അമ്മച്ചി എന്തോ കഴിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചോറുണ്ട് മോനെ. അമ്മയെ നമുക്ക് വീടും ഒന്നും ഇല്ലല്ലോ, വീടും ഒക്കെ വെക്കാം, അമ്മ സമാധാനം. എപ്പോഴും അങ്ങനെയാ പറയുന്നത്, നമുക്ക് വീടും ഒക്കെ വെക്കാം,
നമുക്ക് വീടില്ല, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്ത. അമ്മ വിചാരിക്കും ഞാൻ കല്യാണം കഴിക്കാത്ത എന്നൊക്കെ എപ്പോഴും എന്നോട് പറയുന്ന വാക്കുകൾ ഇതാ. എപ്പോഴും ഈ 20-ാം തീയതി വിളിച്ചപ്പോഴും എന്നോട് ഒന്നും വിഷമമൊന്നും പറഞ്ഞില്ല. അമ്മ എന്തോ കഴിച്ച് എന്നൊക്കെ മാത്രം. അന്ന് 2-3 പ്രാവശ്യം ദിവസം വിളിക്കുമ്പോൾ ഞാൻ തന്നെ പറയും, മക്കൾ എന്തിനാടാ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്ന, ഒത്തിരി പൈസ ആവത്തില്ലേ ഫോണൊക്കെ. ഇല്ല, എനിക്ക് അമ്മയുടെ സ്വരം കേൾക്കാനാണ്. അങ്ങനെ 21-ാം തീയതി, അതിന് 20-ാം തീയതി വിളിച്ചു കഴിഞ്ഞ് 21-ാം തീയതി ഒന്നും ഫോൺ വരുന്നില്ല. ഞങ്ങൾ അമ്മയെ അറിയിപ്പിച്ചില്ലായിരുന്നു. അമ്മയോട് പറഞ്ഞ് സീരിയസ് ആയിട്ട് ഇതുപോലെ ഞങ്ങൾ അറിഞ്ഞാണെങ്കിൽ സംഭവിച്ച ഇങ്ങനെയാണെന്നുള്ളത്. തൂങ്ങി മരിച്ചു, ഒരു കെട്ടിടത്തിന്റെ പുറയിലാ പോയി തൂങ്ങിയെന്ന് നോക്കിയാ ഈ ലാലെന്ന് പറയുന്ന മനുഷ്യൻ, ലാലെന്നല്ല ആരോ വിളിച്ച് ആദ്യം പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ മരിച്ചു പോയെന്ന്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞു കേട്ടു. ഇവരെ ലാലിനോട് വിളിച്ചു തിരക്കിയപ്പോ ലാലെന്ന് പറയുന്ന ആള് പറഞ്ഞു ശരിയാ മരിച്ചു പോയി, ഇങ്ങനെ മരിച്ചു, ശരിയാ പറയുന്നു, തൂങ്ങി മരിച്ചു. അപ്പൊ ആ കെട്ടിടത്തിന്റെ ഒരു പുറയിലാ പോയി തൂങ്ങി, വേറൊരു അറബിയുടെ കെട്ടിടത്തിന്റെ പുറയിലാ പോയി തൂങ്ങി മരിച്ചത് എന്നാ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇനി ഞങ്ങൾ അമ്മയെ അറിയിപ്പിച്ചില്ല, 1.5 മാസം വരെ അമ്മയെ അറിയിപ്പിച്ചില്ല. അമ്മ എന്നോട് ചോദിച്ചു, എന്താടി ഈ ആജി വിളിക്കാത്തെ, എന്റെ കുഞ്ഞെന്നെ വിളിക്കുമല്ലോ, എന്താ വിളിക്കാത്തെ? എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇതുവരെ അയച്ചാൽ ഇതുവരെ ഒരു കുഴപ്പം പറ്റി, അമ്മ സീരിയസ് ആയിട്ട് ഈ ICU കിടക്കും. അപ്പൊ അമ്മയെ അറിയിപ്പിച്ച് അമ്മയ്ക്ക് താങ്ങാക്കത്തില്ല, ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയതാ എന്ന് വെച്ചാൽ അമ്മോനെ ആശ്രയിച്ചിരുന്നതാ അമ്മ. അങ്ങനെ അമ്മയോട് ഞങ്ങൾ പറയും സീരിയസ് അമ്മ, അത് ഞങ്ങൾ ആൾക്കാർക്ക് പോലും അമ്മയെ അറിയിപ്പിക്കാൻ പേടി. അമ്മയ്ക്ക് എന്തെങ്കിലും മറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അന്നേരം അവര് തന്നെ ഈ എംബസിക്കൊക്കെ പേപ്പർ അയച്ച്, പിന്നെ ഈ കൊണ്ടുപോയവരും ഉണ്ടെന്ന് എന്നെ കൊണ്ടൊക്കെ ഒപ്പിടിച്ചൊക്കെ പേപ്പർ അയച്ച് പെട്ടെന്ന് അയക്കാമെന്നും പറഞ്ഞു. എന്നിട്ടൊന്നും ഒരു നമന്തനവും ഇല്ല. അത് കഴിഞ്ഞു പിന്നെ അന്നേരം എന്നെ അറിയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വയലാറ് ഈ പഠിക്കുന്ന സുരേഷ് സാറിനും ഗണേശ സാറിനും ഒക്കെ ഇങ്ങനെ അയച്ചണക്കെ ഒരു നിബന്ധന കിട്ടില്ല. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, മുഖ്യമന്ത്രി ഇപ്പൊ ഇത് നമുക്കറിയത്തില്ലായിരുന്നു, മുഖ്യമന്ത്രി സാറിന്റെ അടുക്കൽ നിങ്ങൾ പോകും, അമ്മ ഞാൻ നേരിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എന്റെ മരുമോ ഇവിടെ മാപ്പിള ഞാനിവിടെ മുഖ്യമന്ത്രി സാറിന്റെ അടുക്കൽ പുതുപ്പള്ളിയിലെ വെളുപ്പിനെ ബസ് കയറി സാറിനെ നേരിട്ട് എന്ന് കണ്ടപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഈ ഫോട്ടോയും കൊണ്ട് കാണും. സാറേ എന്റെ മോനെ ഇങ്ങനെ മരിച്ചെന്ന് പറയുന്നു, ബോഡി ഇതുവരെയും കിട്ടിയില്ല, ഇത്രയും നാളായിട്ടും ബോഡി. അന്നേരം സാറ് പറഞ്ഞു പൊക്കോ, ഞാൻ പിന്നെ എന്റെ PO ഏൽപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. PO എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ശിവദാസൻ സാറുണ്ടായിരുന്നു. ആ സാർ തിരുവനന്തപുരത്ത് ഞങ്ങൾ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് കാലത്ത് വിളിക്കുമ്പോൾ ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ വൈകിട്ട് വരെ അങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു മറുപടി മാസങ്ങളായിട്ടും കിട്ടുന്നില്ല. അന്നേരം 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പറഞ്ഞ് ഇനി ഒന്നുകൂടെ പോയി മുഖ്യമന്ത്രി സാറിനെ കാണാൻ. അന്നേരം ഞാൻ വീണ്ടും ചെന്നപ്പോ എനിക്ക് സാറിനോട് മറുപടി പറയാൻ വയ്യ, എന്ന് വെച്ചാൽ ഞാൻ തളർന്ന്. അന്നേരം സാറിനോടൊന്നും ചോദിച്ചില്ല, പെട്ടെന്ന് കയറ്റി വിടാൻ നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിഞ്ഞ് പോരുന്നു ഇത്രയും നാളായിട്ടും സാറിന്റെ ഒരു മറുപടിയും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ കറു ഇവരുടെ വീട്ടിൽ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു, ചേച്ചി എന്റെ മോൻ മരിച്ചതാണോ ചേച്ചി? ആന്ന്. അന്നേരം ഞങ്ങൾ ചേച്ചി എന്റെ ബോഡി എന്തിയാ എന്റെ കുഞ്ഞിന്റെ? അന്നേരം പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചോണ്ടിവിടെ വരണ്ട, ഒരു അറബിയുടെ നമ്പർ തന്നു. എന്നിട്ട് പറഞ്ഞു ഈ അറബിയായിട്ട് ഇനി ബന്ധപ്പെട്ടു. അന്നേരം ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ മോനല്ലയോ ചേച്ചി കൊണ്ടുപോയത്, അത് ഈ അറബിയായിട്ട് ബന്ധപ്പെട്ടു. അന്നേരം ഇവിടെ വന്ന് ഈ മോളോട് ഞാൻ പറഞ്ഞു, എടി നീ ഒന്ന് വിളി, ലാലിനെ ഒന്ന് വിളി, മരുമോനെ ഒന്ന് വിളി. എന്നപ്പോ അവരുടെയൊക്കെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. വിളിച്ചപ്പം ഇയാൾ ഫോൺ എടുത്തില്ല. അവസാനം ഞാനൊരു മെസ്സേജ് അയച്ചു. എനിക്കറിയത്തില്ല, എനിക്ക് എഴുതാനും വായിക്കാനൊന്നും ഞാൻ പഠിച്ചു തരാം. ഞങ്ങൾ 3 പെൺപിള്ളേരെ, ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങൾക്കൊന്നും ഇല്ല. ഞാൻ പറയാം. അന്നേരം ഞാൻ ഇങ്ങനെ അയച്ച്, പിന്നെ മോനെ ലാലേ, ഞാൻ അജികുമാറിന്റെ അമ്മയാ മക്കളെ, നീ ഫോണൊന്നും എടുക്കണം. അങ്ങനെ ഫോണ് വിളിച്ചപ്പോൾ ഉടനെ എടുത്തിട്ട് ആരാ അമ്മയാന്നോന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ മക്കളെ എന്റെ മോൻ എന്തിയെ മോനെ മരിച്ചോ ഉണ്ടോന്ന് ചോദിച്ചപ്പോ അങ്ങ് ഫോൺ കട്ട് ചെയ്ത്, ഒന്നും മറുപടി കട്ട് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ വേറെ എല്ലാം വിളിച്ചണക്കെ എടുക്കുന്നത്, ഞങ്ങളുടെ ബന്ധുക്കൾ മൊത്തം വിളിച്ച്, ഞങ്ങൾ അറിയാവുന്നവരെല്ലാം ഫോണിൽ വിളിച്ച് ഇന്ന് വരെ വിളിച്ച് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മള് മാതൃഭൂമി പേപ്പറിനകത്തിട്ട് ശാലി, എന്നിട്ട് അവിടുന്ന് സൗദിയെന്ന് ആരോ നമുക്കറിയത്തില്ല വിളിച്ച് ഇങ്ങനെ അറിയും, അയ്യോ മരിച്ചോന്ന്. ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോഴെല്ലാരും അറിയുന്നേ മരിച്ചെന്ന്. അങ്ങനെ ഇപ്പൊ നിവൃത്തിയായിട്ടപ്പോ അന്ന് എന്റെ കുഞ്ഞിനെ എങ്ങനെയും ഇഞ്ഞ് കിട്ടിയാ മതി. എനിക്കൊന്നുമില്ല, കുഞ്ഞുമില്ല, മുതലുമില്ല. എനിക്കൊന്നെനിക്ക് മുതലില്ല, കുഞ്ഞിന്റെ ചടവേ അതറിയത്തില്ല ഞങ്ങൾക്ക്. 20-ാം തീയതി എന്നെയും വിളിച്ച് സംസാരിച്ചു. എന്റെ ഒരു മോനുണ്ട്, ആ മോനെയും വിളിച്ച് സംസാരിച്ചു. മോനെ നീ എന്തെങ്കിലും കഴിച്ചാലും കൂടാ എന്നൊക്കെ ചോദിച്ചു. അന്നേരം നമുക്കൊരു സംശയം, മരിക്കത്തില്ല, മരിക്കാൻ പേടിയുള്ളവനാ. പിന്നെ തന്നെയല്ല ഇവനെ പിന്നെ ഒരു
കേസില്ല. നമ്മുടെ അലിമുക്കി സഹായിന്നേ അവനെ അറിയത്തുള്ളൂ. കേസില്ല, ഒരു പെണ്ണുങ്ങളോടൊരു ഒരു ഒന്നും പറയത്തില്ല, ഒന്നുമില്ല. ഇത്ര നാൾ വണ്ടിയൊന്നും കൊണ്ട് ഇടിച്ചിട്ടില്ല, ഒന്നുമില്ല. അവര് തന്നെ അന്നൊക്കെ പറയാൻ നല്ലതാ, അവനും പറയുവാൻ നല്ല. കൂട്ടുകാർ ഒക്കെ ഒരുപാടുണ്ട് ഇവൻ. ആ കൂട്ടുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ചോറും ഒക്കെ തിന്നിട്ടുള്ളവരാ. അവരോട് പോലും ഞങ്ങൾക്ക് ഒരു കോൺബോളിന് പോലും പോക്കില്ല. ചെങ്ങന്നൂർക്കാരൻ ഒരാളെന്നെ 3 പ്രാവശ്യം എങ്ങനെ ഇരിക്കുന്ന എന്റെ അയ്യോ അവനുള്ളത് കൊണ്ട് അയാളുടെ കണ്ണം കണ്ട് മണ്ണ് വീണു പോയി. അന്നേരം ഈ മോൻ ആ 3 മാസം റൂമിലിരുത്തി ആഹാരം തന്നതും ഒക്കെ എന്ന് പറഞ്ഞ് അപ്പോഴൊക്കെ വിളിച്ചു. ഇപ്പൊ മൃതദേഹം ദമാമിലുണ്ടെന്നാ പറയുന്നത്. എനിക്കൊന്നും പറയാൻ അറിയത്തില്ല സാറേ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇനി കിട്ടിയാ മതി. ബോഡിയെങ്കിലും കിട്ടിയാ മതി. എനിക്കൊന്നും വേണ്ട. എന്റെ കുഞ്ഞ് ലാല് കൊട്ടാരക്കാരൊക്കെ. എന്റെ കുഞ്ഞ് പച്ചപ്പാ പേടിച്ചൂറിയ. ഒരു പോലീസിനൊക്കെ വണ്ടി ഇരുന്നത് കണ്ടാ ഓടും. കിടക്കുന്ന സാറേ ഞങ്ങൾ ക്രിസ്ത്യൻസ്. അജികുമാർ നടക്കുന്ന അന്ന് എഴുതി കൊടുത്തപ്പോ ഒന്നും അറിയാൻ വയ്യാതൊക്കെ എഴുതി കൊടുത്തതാന്ന് ചേർത്തപ്പോഴൊക്കെ. എന്റെ അപ്പന്റെ പേര് യൂണിയെന്ന്.